ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഞാൻ ഉണ്ടാക്കാൻ പോണത് കോയമ്പത്തൂർ ചിക്കൻ ബിരിയാണി, പൊരിച്ച ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. കുറച്ച് കോയമ്പത്തൂരൻ ബിരിയാണി തന്നെയാണ്, പക്ഷെ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി റെസിപ്പി. കുറച്ച് ചിക്കൻ എടുത്തു, അതിൽ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞപ്പൊടി, ഇത്തിരി തൈര് ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നല്ല മസാല തേച്ച് വെക്കുക. തേച്ച് അപ്പം തന്നെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം തന്നെ നമുക്ക് തേച്ചതായ ശേഷം അപ്പം തന്നെ പൊരിച്ചെടുക്കാം. പിന്നെ അത് കുറച്ച് മുളക് പൊടി തികഞ്ഞില്ല, കുറച്ചും കൂടി ഇട്ടതാണ്. പിന്നെ നല്ല ഇതാക്കിയിട്ട് പിന്നെ അത് ഒരു ഭാഗത്തവിടെ വെച്ചു. പിന്നെ അപ്പോഴേക്ക് ബിരിയാണിക്കുള്ള അരി കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ അപ്പോഴേക്കും ഒരു ചട്ടി അവിടെ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഇനി ചിക്കൻ പൊരിച്ചെടുക്കണം. അതിൽ ചിക്കൻ പൊരിക്കുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്ത് ബിരിയാണിയും വെക്കണം. രണ്ടും പണി നടക്കണം. കുറച്ച് നെയ്യ് ഒഴിച്ച് പിന്നെ അതിന് ശേഷം കുറച്ച് ഓയിലും കുറച്ച് ഒഴിക്കണം. നെയ്യും ഓയിലും കുറച്ച് ഒഴിച്ചു. പിന്നെ നമ്മൾ പച്ചമുളക്, പട്ട, ഗ്രാമ്പ്, ഏലക്കായ് അങ്ങനെയുള്ളതൊക്കെ 2-3 അങ്ങനെ അതിട്ട ശേഷം നമ്മളൊരു കുറച്ച് ഉള്ളി, വലിയ ഉള്ളി അരിഞ്ഞത് അത് കുറച്ചിട്ടു. അത് ഇട്ടിട്ട് പിന്നെ നല്ല നമ്മൾ ഇളക്കി കുറച്ച് ഉപ്പിട്ട് അങ്ങനെ നല്ല ഇളക്കണം. ഇളക്കി ഒന്ന് ഇതൊക്കെ ഒന്ന് ഇതാകണ നേരം ഒന്ന് ആടിക്കിട്ടണ വരെ ഇളക്കി. അപ്പോഴേക്ക് ഇപ്പുറത്തെ ചിക്കനും ആയിട്ടിരിക്കുന്നുണ്ട്. പൊരിച്ചിട്ടാണ് വെക്കുന്നത്, കാരണം ഈ ഉള്ളി ഇതാകുമ്പോഴേക്കും ചിക്കനും ആകണം. പിന്നെ നമ്മളൊരു ജാറെടുത്തിട്ട് അതിൽ 2 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, കുറച്ച് പുതിന, വലിയ ജീരകം ഉണ്ടല്ലോ അത് കുറച്ച്, അങ്ങനെയുള്ളതൊക്കെ ഇത്തിരി ഇതാക്കിയിട്ട് ഒക്കെ ഇട്ടിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സിയിൽ നല്ല അരച്ചെടുക്കുക. പേസ്റ്റായിട്ട് കുറച്ച് നല്ല ഇതാക്കിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. നമ്മളത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചു. പിന്നെ ഇപ്പുറത്ത് നമ്മൾ തക്കാളി ഒരു 5-6 തക്കാളി എടുത്തു. ആ തക്കാളി കട്ട് ചെയ്തിട്ട് മിക്സിയിൽ അതും ഞാൻ അരച്ചിട്ടാണ് പേസ്റ്റാക്കിയിട്ടാണ് ഒഴിക്കാറുള്ളത് ബിരിയാണിയിൽ. അപ്പോൾ ഈ തക്കാളിയൊന്നും കടിക്കില്ലല്ലോ, കടിച്ച കുട്ടികൾക്കൊന്നും അങ്ങനെ പറ്റൂല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇനി അതും അരച്ചെടുത്തിട്ട് നമ്മൾ ഈ ഉള്ളി ഇതായ ശേഷം ഈ തക്കാളി അതിൽ അരച്ചിട്ട് അത് ഒഴിക്കുക. അത് ഒഴിച്ചിട്ട് നല്ല ഇളക്കിയിട്ട് ഒരു പച്ച സ്മെല്ല്, തക്കാളിൻ്റെ ഒരു സ്മെല്ലൊക്കെ കണ്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മളിപ്പോൾ അരച്ച് വെച്ചല്ലോ പുതിന ഇതൊക്കെ എല്ലാം പാടെ, ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതൊക്കെ അതും ഇട്ടിട്ട് നല്ല ഇളക്കി അതിൻ്റെ ഒന്ന് സ്മെല്ല് പോയിട്ട് പിന്നെയാണ് നമ്മൾ അതിലേക്കുള്ള മസാല പറഞ്ഞാൽ മുളക് പൊടി അങ്ങനെയൊക്കെയുള്ള ഇടണം. അത് നല്ലൊന്ന് ഇതായി കുറച്ച് മുളക് പൊടി 2 ടീസ്പൂണ്, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് ഇടുന്നുണ്ട്, പിന്നെ സാദാ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് ഞാൻ മല്ലിപ്പൊടി ഇടും. അതുവിട്ട് പിന്നെ ഗരം മസാല പൊടി ഉണ്ടല്ലോ, പട്ടഗ്രാമ്പിൻ്റെ പൊടി, അതൊരു 1/2 ടീസ്പൂൺ ഇടണം. അങ്ങനെ അതൊരു കുറച്ച് തൈര് ഒഴിച്ചിട്ട് നമ്മൾ നല്ല ഇളക്കുക. തൈര് ഒഴിച്ച് നല്ല ഇളക്കിയിട്ട് നല്ല മസാലേൻ്റെ ഇതൊക്കെ പോയി നല്ലൊന്ന് ഇതായിട്ട് പിന്നെ അതിന് ശേഷമാണ് നമ്മൾ കുറച്ച് മല്ലിയും പുതിനയും അരിഞ്ഞതില്ല അതും ഇട്ടിട്ട് പിന്നെ നല്ല ഇളക്കി ഒന്ന് മസാലയൊക്കെ ഒന്ന് ഇതായി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ പൊരിച്ച ചിക്കൻ ഉണ്ടല്ലോ അതിലിട്ടിട്ട് പിന്നെ നല്ല പൊരിച്ച ചിക്കനിൽ എല്ലാത്തിലും മസാല, ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. പൊരിച്ച ചിക്കന് നമ്മൾ മറ്റേ ചിക്കനൊക്കെ വിൽക്കണവർ വെന്തുടയ്ക്കും. അപ്പോൾ ഈ പൊരിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം ഉണ്ടാവും ഈ ബിരിയാണി വെക്കുകയെന്ന് അങ്ങനെ ഒന്ന് വെച്ച് നോക്കി. പിന്നെ നമ്മൾ അതിനനുസരിച്ച് വെള്ളം, 1 കപ്പ് അരിക്ക് 1.5 കപ്പാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. ഒരുപാട് 2 കപ്പ് ഒഴിച്ച വെള്ളം പോലെ താണ്ടാണ്ട് 1.5 കപ്പാണ് ഇതാക്കിയത്. പിന്നെ അത് തിളക്കട്ടെ അങ്ങനെ അവിടെ ഇതാക്കി. ഉപ്പ് അതിന് കുറച്ച് കമ്മി ഉണ്ടായിരുന്നു ഉപ്പ്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടു. പിന്നെ അപ്പോഴേക്ക് നമ്മളൊന്ന് നല്ല എല്ലായിടത്തും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാണ്ട് പിന്നെ മൂടി വെച്ചു. പിന്നെ ലാസ്റ്റ് നമ്മൾ ചെറുനാരങ്ങൻ്റെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് അത് ഒഴിച്ചു. പിന്നെ അപ്പോഴേക്കും കുറച്ചാകുമ്പോഴേക്കും വെള്ളം തിളച്ച് അരി ഇട്ടു. ഒന്ന് ഇളക്കി വിട്ടവളിക്കും പിന്നെ അരി ഇട്ടിട്ട് പിന്നെ നല്ല ഇളക്കി. എല്ലായിടത്തും മസാല ഈ ഇറച്ചിയിലും ഇതിലെല്ലാം പടതാക്കി നല്ല ഇളക്കി ഒന്ന് വിട്ട് 2-3 പ്രാവശ്യം ഇളക്കി. പിന്നെ നമ്മൾ എന്താട്ടി ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. അങ്ങനെ പിന്നെ എന്തായി എല്ലായിടത്തും നല്ലൊന്ന് ഇളക്കി വിട്ട് പിന്നെ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ എന്തായിട്ട് നമ്മൾ കുറച്ച് മേലെ ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ദമ്മിട്ട് വെച്ചു. മേലെ ഒരു പാത്രം ചുടുവെള്ളം വെച്ചിട്ട് അങ്ങനെ ദമ്മിട്ട് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ
ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നമുക്ക് ചോറ് റെഡിയായി. അങ്ങനെ നമ്മൾ കോയമ്പത്തൂരം പൊരിച്ച ബിരിയാണി റെഡിയായി, ചിക്കൻ പൊരിച്ച ബിരിയാണി റെഡിയായി. അങ്ങനെ സൂപ്പറായിട്ടുണ്ടാവും. ചെയ്ത് നോക്കി എങ്ങനെയുണ്ട്. லைக் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க, சப்போர்ட் பண்ணுங்க. எல்லாருக்கும் வீடியோ அனுப்பிச்சு கொடுங்க.